ഹലോ. പേബിൾസ്, റിസീവബിൾസ് അല്ല, പേബിൾസ് ഏതൊരു ബിസിനസ്സിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണല്ലോ. ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പേബിൾസും കൂടെ നോക്കുന്നുണ്ട്. റിസീവബിൾസ്, പേബിൾസിൻ്റെ ഒരു ബാലൻസ് ആണല്ലോ ഈ പേബിൾസ്. നമ്മൾ പേബിൾസ് ഡിലേ ആക്കുമ്പോഴത്തേക്കും വരുന്ന ഒരു മെയിനായിട്ട് വരുന്ന ഒരു 2 ഇഷ്യൂസ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ക്രെഡിബിലിറ്റി, ഡെഫിനറ്റ്ലി നമ്മുടെ മാർക്കറ്റ് ക്രെഡിബിലിറ്റി ഡയലൂട്ട് ആവുന്നു. സെക്കൻഡ്ലി, നമുക്ക് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി കുറയുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ വെൻഡേഴ്സിന് ഡിലേ ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി 100% ഡയലൂട്ട് ആവും. എനിവേസ് നമ്മൾ കൊടുക്കാനുള്ള ഫുള്ളായിട്ട് എപ്പോഴാണെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. പല കാരണത്താലും നമ്മളായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും എഗ്രിമെൻറ്റും ഒക്കെ ആയിട്ട് ചിലപ്പോൾ സർവീസ് നമുക്ക് കിട്ടുമായിരിക്കാം, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ ഡയലൂട്ടഡ് ആയിരിക്കും എന്നുള്ളത് ഒരുപാട് എക്സ്പീരിയൻസസ് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ട്. സോ വെനെവർ യു പ്ലാൻ ഓർ വെനെവർ യു ഡിലേ പേയ്മെൻറ്റ്സ് ടു യുവർ വെൻഡേഴ്സ്, അത് കെയർഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം, പക്ഷേ അതിനുള്ള ഒരു കമൻസറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടണം എന്നില്ല.